വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയരുത്. ഈ യൂണിയൻ ബജറ്റ് കൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും അംഗീകരിക്കുകയും ശക്തമായി മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തു. എഡിറ്റോറിയൽ എഴുതി പ്രതികരിക്കുകയും ചെയ്തു. ആമമുട്ടയുടെ കഥയൊക്കെ നിങ്ങൾ തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത്തരം ഒരു കാലത്താണ് 400 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് 2000 ആക്കിയത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത്രയും ശ്വാസം മുട്ടിക്കലിന് കേരളം വിധേയമായിട്ടുള്ളൊരു കാലത്താണ് നമ്മുടെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചു. നമുക്ക് അനുവദിച്ച തുക തന്നെ യഥാസമയം നൽകാതെ, ഇപ്പം നെല്ല് സംഭരണം 2000 കോടിയോളം കിട്ടാനിരിക്കുകയാണ്, നൽകാതെ പിടിച്ചു വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പിടിച്ചുവെച്ചു. അതൊരു ഭാഗത്ത്. നികുതി വിഹിതം വെട്ടിക്കുറച്ചത് വേറൊരു ഭാഗത്ത്. അതിനു പുറമെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയത്. വായ്പാ പരിധി കിഫ്ബി എടുത്ത വായ്പ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ബാധകമാക്കിയിട്ട് FRBM ആക്ട് പ്രകാരം നമുക്ക് ലഭ്യമായ GSDPയുടെ 3% പോലും അനുവദിക്കുന്നില്ല. എന്നാൽ കേന്ദ്രത്തിനോ ഈ 3% എന്നുള്ളത് അവർക്കും ബാധകമായ വ്യവസ്ഥയാണ്. അവർ 5% എടുക്കുകയാണ്. അവർക്കിതൊന്നും ബാധകമല്ല. സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. കേരളത്തിന്റെ കാര്യം വന്നാൽ ഈ 3% തരുന്നില്ല. ഇത്രയും ഞെരുക്കത്തിനിടയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ പെൻഷന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയ ഞെരുക്കലൊന്നും ഇല്ലാതിരുന്നിട്ടും 18 മാസത്തെ കുടിശ്ശിക പണ്ടുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. എന്താകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത വാഗ്ദാനവും പാലിച്ചല്ലോ. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യം ഇല്ലായിരുന്നു ധരിക്കുക. എന്നാൽ കേരളം എത്ര ഉയരത്തിലെത്തുമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ഞാനത് പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ലീക്കാവുക എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിന്റെ ഒരു സന്ദേശം ആർക്കെങ്കിലും അയച്ചാൽ ഡേറ്റ ലീക്കാവുന്നില്ല. അല്ല, വേറെ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് ആ ഡേറ്റ കൊടുത്താൽ ശരി. അതുണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് മുന്നോട്ട് പോകാതിരുന്നത്. നമ്മൾ പണ്ട് വലിയ തലക്കെട്ടുകളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായതാണ്. ഓർമ്മ ഉണ്ടാവും, സ്പ്രിംഗ്ലർ. അപ്പോ അത് അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിധി വന്നത് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പല്ലേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ തലക്കെട്ടുകളൊക്കെ വരും എന്നതിനപ്പുറം അതിന് ഗൗരവമായ പ്രാധാന്യമില്ല. സർക്കാരിന്റെ സന്ദേശം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എനിക്ക് കേസ് മട്ട് കൊടുത്തിട്ടില്ല, നിയമപരമല്ലാത്തൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സർക്കാരിന്റെ മെസ്സേജ് പോവും. സർക്കാരിന്റെ മെസ്സേജുകൾ പോകുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പതിവായിട്ട് ഇമെയിൽ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മൻ കി ബാത്തിനെ സംബന്ധിച്ചുമൊക്കെ. അതെങ്ങനെയാ? അത് ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിലൊക്കെ ഒരു ഈ ഇരട്ടത്താപ്പുണ്ട്. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും എല്ലാം ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് കൊടുക്കുന്നതിൽ സർക്കാർ ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതൊരു ഗുഡ് ഗവേണൻസിന്റെ ഭാഗമല്ലേ. സർക്കാരിന്റെ പദ്ധതികൾ, സർക്കാർ അറിയിപ്പുകൾ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് ഗവേണൻസിനെ കൂടുതൽ സുതാര്യമാക്കല്ലേ ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചാൽ ശരിയാണ്, ആ പറയുന്നത് മനസ്സിലാക്കാം. സർക്കാർ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി അറിയിക്കുന്നതിലും അത് യഥാസമയം അപേക്ഷിക്കണമെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്നതിലും റിമൈൻഡറായിട്ട് അയക്കുന്നതിലും ഒക്കെ തെറ്റെന്താ? അതൊരു ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റ് ഭരണത്തിന്റെ ട്രാൻസ്പെറൻസി ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷാ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി നടപ്പാക്കുന്നത് തദ്ദേശ വകുപ്പ് വഴിയാണ്. സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിനും പ്രതിമാസം 1000 രൂപ. 2026 ഫെബ്രുവരി 11 അതിന്റെ ഉദ്ഘാടനം 12 മണിക്ക് നിർവഹിച്ചു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്കും 10.18 ലക്ഷം ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിൽ പണം എത്തിക്കാനായി. 2 മണിക്കൂർ കൊണ്ട് മുഴുവൻ ആളുകളുടെയും അക്കൗണ്ടിൽ പണം എത്തിക്കാൻ കഴിഞ്ഞു. ഇത് ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു. അത് യാഥാർത്ഥ്യമായി തദ്ദേശ വകുപ്പാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നതുപോലെ ഇതും ലഭ്യമാക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാനതുകൂടി ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോ സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 ഗവൺമെന്റ് ഉയർത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ 5 വർഷം 11 മുതൽ 16 വരെ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്തത്
35,154 കോടി രൂപയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് അത് 46,562 കോടിയായിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 10,000 കോടിയിലധികം രൂപയുടെ വർധനവ് സാമൂഹ്യക്ഷേമ പെൻഷനായിട്ട് ആളുകൾക്ക് കൊടുത്തു ഈ 5 വർഷം കൊണ്ട്. പിന്നെ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടൊരു നേട്ടം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. നവംബർ 1 അത് പ്രഖ്യാപിച്ചു. ആ നേട്ടങ്ങളെല്ലാം നമ്മൾ അന്ന് വിശദീകരിച്ചതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ചില സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ പലരും ഉന്നയിച്ചിരുന്നു. വിദഗ്ധർ അടങ്ങുന്ന പലരും അടക്കമുള്ള പലരും ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചു. ദേശീയ മാധ്യമങ്ങളും ആഗോള മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് കേരളത്തിന്റെ നേട്ടത്തെ അന്ന് അവതരിപ്പിച്ചത്. അതിൽ എക്കോണമിസ്റ്റ് പോലുള്ള വിഖ്യാതമായ ആധികാരികതയും വിശ്വാസ്യതയുമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ വരെയുണ്ട്. കവർ സ്റ്റോറിയാണ് എക്കോണമിസ്റ്റ് കൊടുത്തത്. എക്കോണമിസ്റ്റിന്റെ കവർ സ്റ്റോറിയിൽ കേരളത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യാസ് ഡെവലപ്മെന്റ് ചാമ്പ്യൻ എന്നായിരുന്നു. സാമൂഹ്യക്ഷേമത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് കേരളത്തിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ടെന്നും അവർ പറഞ്ഞു. സ്കാൻഡിനേവിയ ലോകത്തിന് എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ത്യക്ക് കേരളം എന്നും അവർ വിശേഷിപ്പിച്ചു. 240 വർഷത്തെ പഴക്കമുള്ള പത്രമാണ് ലണ്ടൻ ടൈംസ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം തൊട്ട് പിന്നാലെ ആരംഭിച്ച പത്രമാണ്. അവര് കൊടുത്ത തലക്കെട്ട് കേരളം ഇന്ത്യൻ സംസ്ഥാനമായ കേരളം അതിദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് നാടുകടത്തിയതാണ്. ആ നിലയിൽ പിന്നെ ഒട്ടേറെ മാധ്യമങ്ങൾ, ആഗോളതലത്തിലെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളൊക്കെ നല്ല പ്രാധാന്യത്തോടെന്ന് അത് കൊടുക്കുകയുണ്ടായി. ചില വിമർശനങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു. ആ വിമർശനങ്ങൾക്കെല്ലാം അപ്പോൾ തന്നെ മറുപടിയും പറഞ്ഞതാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ എക്കണോമിക് സർവേയിൽ ഒരു ദേശീയ മാതൃകയായിട്ടാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ഉയർത്തിക്കാണിച്ചത്. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോ അതോടുകൂടി പിന്നെ ആരും വിമർശനം ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ രാഷ്ട്രീയമായ വിമർശനം അതിനു മുമ്പ് ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഈ പറഞ്ഞ ചില വിദഗ്ധർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇക്കണോമിക് സർവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആധികാരികമായിട്ടൊരു രേഖയാണല്ലോ. അത് ദേശീയ മാതൃക എന്നതിനെ അംഗീകരിച്ചതോടുകൂടി പിന്നീട് ഒരാളും വിമർശനം ഉന്നയിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതോടുകൂടി എല്ലാ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി കഴിഞ്ഞു എന്ന് വേണം കണക്കാക്കാൻ. അന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതോടുകൂടി അവസാനിപ്പിക്കുകയല്ല. ആ വേദിയിൽ വെച്ച് നവംബർ 1, 2025 നവംബർ 1 അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയ അതേ വേദിയിൽ 2 രേഖകൾ പ്രകാശനം ചെയ്തിരുന്നു. ഒന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, രണ്ടാമത്തേത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2.0 രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു, അതിന്റെ വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളായി കഴിഞ്ഞു. അതും ഈ സർക്കാരിന്റെ കാലാവധിക്ക് മുമ്പ് തന്നെ അംഗീകരിക്കും. ഈ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിക്കും. അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ടും ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതൊരു തുടർ പ്രക്രിയയായിരിക്കും എന്ന കാര്യം അന്ന് വ്യക്തമാക്കിയതാണ്. പിന്നെ ഏറ്റവും അഭിമാനകരമായ മറ്റൊരു കാര്യം കെ-സ്മാർട്ട് ആണ്. ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് സേവനങ്ങൾ വാതിൽപ്പടി എത്തിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് വാതിൽപ്പടിയല്ല, വിരൽത്തുമ്പിൽ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു വലിയ ചേഞ്ചാണ്. ഫയൽ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനത്തിൽ നിന്ന് ഒരു വലിയ ചേഞ്ചാണ് ഓൺലൈൻ സേവനങ്ങളിലേക്കുള്ളത്. ആ ട്രാൻസിഷന്റെ ഘട്ടത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, അനിശ്ചിതത്വം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ ആ ഘട്ടത്തിൽ വലിയ വിമർശനം അന്ന് ഉയർത്തിയിരുന്നു. സർക്കാർ എന്തോ അനാവശ്യമായൊരു കാര്യം ചെയ്തു, നേരത്തെ ഉള്ളത് തന്നെ മതിയായിരുന്നു എന്ന മട്ടിലൊക്കെയുള്ള
സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ ചില വിമർശനങ്ങൾ അന്ന് ഉയർത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഇതുകൊണ്ട് നഷ്ടം വരുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ആള് നേരെ മുമ്പിൽ എത്താതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചിലരുണ്ട്. അവരൊക്കെയാണ് ഇത്തരം പ്രചരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരൊരുക്കിയ കെണിയിൽ പലരും പെട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രചരണം വന്ന് നടക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ കെ സ്മാർട്ട് എന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അനായാസമാക്കി മാറ്റാൻ, ഒപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടും മെച്ചപ്പെടുത്താനായി എന്നതാണ് കെ സ്മാർട്ടിന്റെ പ്രത്യേകത. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല, ഈസ് ഓഫ് ലിവിങ്ങും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മുമ്പിൽ അനേകമുണ്ട്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ അനേകം ദിവസങ്ങൾ എടുക്കുമായിരുന്നു മുമ്പ്, അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുമായിരുന്നു. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങാനും ഒരു തെറ്റ് വന്നാൽ ജീവിതം തന്നെ തൊലഞ്ഞു പോകുന്ന സ്ഥിതിയാണ് മുമ്പുണ്ടായിരുന്നത്. ആ തെറ്റൊന്ന് തിരുത്തി കിട്ടുക എന്നുള്ളത്. ഇപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റ്, പിന്നെ മറ്റ് സേവനങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ അതിവേഗത്തിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ടുണ്ട്. എല്ലാ സേവനങ്ങളും ഓൺലൈനാണ്. നേരിട്ട് ഒരു തദ്ദേശ സ്ഥാപന ഓഫീസിലും പോകേണ്ട കാര്യമില്ല. ലോകത്തെവിടെ ഇരുന്നും നേടാം. ഇപ്പോൾ 1 കോടിയിലധികം ഫയലുകൾ, ഞാനിപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയ കുറെ മൈക്കുകൾ ഇവിടുന്ന് അപ്രത്യക്ഷമാവുമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. 1 കോടിയിലധികം ഫയൽ, കൃത്യം പറഞ്ഞാൽ 1,11,98,099 24/2 വരെയുള്ള കണക്ക്. അതിൽ 1,04,00,000-ലധികം ഫയലുകൾ തീർപ്പാക്കി. ഇതിൽ 24 മണിക്കൂർ കൊണ്ട് തീർപ്പായ ഫയലുകൾ 24,70,365. ഇത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ടാണ് വലിയ ട്രോള് കഥയറിയാത്ത പലരും കൊണ്ടുവന്നത്. 24,70,365 ഫയല് 1 മണിക്കൂർ കൊണ്ട് തീർപ്പായി എന്ന് പറഞ്ഞാൽ അപേക്ഷ കിട്ടി 1 മണിക്കൂർ കൊണ്ട് അത് തീർപ്പായി എന്നാണ് അതിനർത്ഥം. ഞങ്ങളുടെ കെട്ടിക്കിടന്ന ഫയലുകൾ തീർപ്പായി എന്നുള്ളതല്ല, അപേക്ഷ കിട്ടി 1 മണിക്കൂറിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റി, തീർപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അന്ന് വന്ന ട്രോളുകളിൽ ചില മന്ത്രിയുടെ മുമ്പിൽ ഫയൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു, മന്ത്രി വാരി വലിച്ച് ഓരോന്നും ഒപ്പിട്ട് തള്ളുന്നു. ഇപ്പൊ ഒരു തിയറി അന്നൊരാൾ ഉന്നയിച്ചു, 1 മണിക്കൂർ കൊണ്ട്, അന്ന് 10 ലക്ഷമാണ്, 10 ലക്ഷം ഫയൽ തീർപ്പാക്കണമെങ്കിൽ ഇദ്ദേഹം ഒരു ഫയൽ ഒപ്പിടാൻ എത്ര മൈക്രോ സെക്കൻഡ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന $1 ബില്യൺ മണ്ടൻ ചോദ്യം ഉയർന്ന നാടാണ് കേരളം. 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ കിട്ടിയ അപേക്ഷകൾ 24 മണിക്കൂർ കൊണ്ട് കിട്ടിയതിൽ 10 ലക്ഷം തീർപ്പാക്കി എന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് നിങ്ങളല്ല ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ചോദിച്ചത് പ്രധാനപ്പെട്ട പല ആൾക്കാരുമായിരുന്നു, പ്രധാനപ്പെട്ടവരായിരുന്നു. ഒരു കമന്റ് ഒരാൾ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഇത് മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ തീർപ്പാക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ വന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഫയൽ അധിഷ്ഠിതമായ ഗവേണൻസിൽ നിന്ന് ഇപ്പം ഡേറ്റാധിഷ്ഠിതമായ ഗവേണൻസിലേക്കാണ് നമ്മൾ മാറുന്നത്. അടുത്ത ഘട്ടം പ്രൊഡിക്റ്റീവ് ഗവേണൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അപേക്ഷ തന്നെ തരാതെ ഒരാൾക്ക് കിട്ടേണ്ട സേവനം അങ്ങോട്ട് കൊടുക്കുന്നത്, അത് അത്ര അസാധ്യമായ കാര്യമല്ല കേരളത്തെ സംബന്ധിച്ച്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ കെ സ്മാർട്ട് വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും, ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യമായില്ലേ? ഇപ്പോൾ അവിശ്വസനീയമെന്ന് കരുതിയ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? പ്രൊഡക്റ്റീവ് ഗവേണൻസിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഞാൻ ചുരുക്കിക്കൊണ്ടി എക്സസൈസും കൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി പറയാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഉച്ചഭക്ഷണം കൂടി കഴിച്ചിട്ടാക്കാമെന്ന് തീരുമാനിച്ചത്. ഡിജിറ്റൽ സാക്ഷരത വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കണക്കുകൾ ഞാൻ പറയുന്നില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വിശദമായിട്ട് തരുന്നുണ്ട്. സാർവത്രിക പാലിയേറ്റീവ് കെയർ, ഇന്ത്യയിലെ യൂണിവേഴ്സൽ പാലിയേറ്റീവ് കെയർ സംവിധാനം ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനമാണ് കേരളം. അതിന്റെയും
കണക്കുകളെല്ലാം അതിനകത്തുണ്ട്. ലൈഫ് നമ്മൾ കഴിഞ്ഞ ദിവസം 5 ലക്ഷം എന്ന നേട്ടം കൈവരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈഫിന് വേണ്ടി കേരളം ചെലവഴിച്ചത് 20,831 കോടി 60 ലക്ഷമാണ്. അതിൽ 18,342 കോടി 70 ലക്ഷവും നമ്മുടെ തനതായി സമാഹരിച്ച റിസോഴ്സാണ്. എന്ന് പറഞ്ഞാൽ 2,000 കോടി മാത്രമേ 2,000 ചില്ലാനം കോടി മാത്രമേ കേന്ദ്രവിഹിതമുള്ളൂ എന്നത് കാണണം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. പട്ടികവർഗ വിഭാഗത്തിന് നമ്മൾ 6 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീയുടെയാണ് വളരെ വലിയ നേട്ടം കൈവരിച്ചൊരു കാലയളവാണ് കുടുംബശ്രീയെ സംബന്ധിച്ചത്. ഇപ്പോൾ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ടെക്നോളജി കോൺക്ലേവ് നടത്തി ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകളൊക്കെ ഇട്ട് MOU ഒപ്പുവെച്ച് അവരിൽ നിന്ന് ടെക്നോളജി നമ്മൾ വാങ്ങി. 185 ടെക്നോളജി നമ്മൾ സ്വന്തമാക്കി. അതിൽ CSIR ഉണ്ട്, ICAR ഉണ്ട്, കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ആ 185 ടെക്നോളജി ഉപയോഗിച്ച് കാർഷികോൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സംരംഭങ്ങൾ ആരംഭിച്ചു. 30 പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ലോഞ്ച് ചെയ്തു. 30 എണ്ണം കൊച്ചിയിൽ വെച്ച് അതിന്റെ ലോഞ്ച് കഴിഞ്ഞു. ഇനി 155 എണ്ണം കൂടി വരാനിരിക്കുന്നു. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി നമ്മൾ ബിസിനസ് ടു ബിസിനസ് മീറ്റ്, B2B മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കുടുംബശ്രീയുമായിട്ട് സഹകരിക്കാൻ മുന്നോട്ട് വന്നു. അവരായിട്ട് MOU ഒപ്പുവെച്ചു കഴിഞ്ഞു. അത് യാഥാർത്ഥ്യമായിട്ട് ഉദ്ഘാടനവും കഴിഞ്ഞു. അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലുമെല്ലാം കുടുംബശ്രീയുടെ പ്രത്യേകമായിട്ടുള്ള ഷെൽഫ് ആരംഭിക്കും. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കും. ഒരു വലിയ സാധ്യതയാണ്, വലിയ വിപണിയാണ് കുടുംബശ്രീക്ക് തുറന്നു കിട്ടുന്നത്, കേരളത്തിനകത്തും പുറത്തും. ഇപ്പോൾ 5000-ഓളം പേരുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുകൾ. അവർ പറഞ്ഞത് ഇതൊരു വലിയ സാധ്യതയാണ് എന്നാണ്. കാരണം കോർപ്പറേറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളോട് കിടപിടിക്കാവുന്ന ഗുണമേന്മയിലും കെട്ടിലും മട്ടിലുമാണ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നത്. ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് ആരാ? ടെക്നോളജി തന്ന അതേ ഗവേഷണ സ്ഥാപനങ്ങളാണ്. അവരാണ് ഉറപ്പുവരുത്തുന്നത്. അതിന്റെ പാക്കിങ്ങും എല്ലാം ഏത് കോർപ്പറേറ്റ് കമ്പനിയോടും കിടപിടിക്കാവുന്ന നിലയിലുള്ളതാണ്. വലിയ തോതിലാണത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. വലിയ വിപണി കുടുംബശ്രീയെ സംബന്ധിച്ച് വിപ്ലവകരമായിട്ടുള്ള ചുവടുവെപ്പായിട്ട് ഇത് മാറുകയാണ്. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട് വഴി ഇപ്പൊ തന്നെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. കെയർ എക്കോണമിയിലേക്ക് കുടുംബശ്രീ പ്രവേശിച്ചു കഴിഞ്ഞു. 1000 K4 എക്സിക്യൂട്ടീവുകളെ പരിശീലിപ്പിച്ച് രംഗത്തിറക്കിയിട്ടുണ്ട്. ഡെൻമാർക്കിലെ സീനിയർ സിറ്റിസൺസ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കെയർ ഗിവേഴ്സിനെ കുടുംബശ്രീ വഴി അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ സാധ്യതകൾ കുടുംബശ്രീക്ക് വരികയാണ്. അതുപോലെ ഉപജീവന സംരംഭങ്ങൾ K-ലിഫ്റ്റ് പദ്ധതിയിലൂടെ 3,53,229 ഉപജീവന സംരംഭങ്ങൾ നമ്മൾ ആരംഭിച്ചു. സംരംഭ യൂണിറ്റുകൾ, ഇതിന്റെ എല്ലാം കണക്കുണ്ട്. കുടുംബശ്രീയുടെ ആകെ സമ്പാദ്യം 10,000 കോടിയോട് അടുക്കുകയാണ്. 9,871 കോടിയാണ് കുടുംബശ്രീയുടെ ആകെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സമ്പാദ്യമാണ്. അതുപോലെ കഫേ കുടുംബശ്രീയുടെ നെറ്റ്വർക്ക്, ടേക്ക് അവേ ചിക്കൻ ഔട്ട്ലെറ്റുകൾ, ഇതെല്ലാം ഈ കാലത്ത് കുടുംബശ്രീ ആരംഭിച്ചു. കേരള ചിക്കന്റെ വിറ്റുവരവ് ചരിത്രത്തിലാദ്യമായി 100 കോടി കവിഞ്ഞു. ഈ വർഷം 136 കോടിയാണ്. കേരള ചിക്കൻ വിപണിയിലെ മാർക്കറ്റ് ഷെയർ 2% നിന്ന് 4 കൊല്ലം കൊണ്ട് 10% ഉയർത്തി. അടുത്തൊരു വർഷം കൊണ്ട് 25% കഴിയുന്നതാണ് കണക്കാക്കുന്നത്. പിന്നെ വിജ്ഞാന കേരളവുമായി ചേർന്ന് കുടുംബശ്രീ 75,548 പേർക്ക് തൊഴിൽ നൽകി. വേതനാധിഷ്ഠിതമായ തൊഴിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, ബ്രാൻഡ് നെയിം K ഇനം എന്നാണ്. K ഇനം എന്ന ബ്രാൻഡിലാണ് 30 ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചിട്ടുള്ളത്. DDUGKY വഴി 56,665 പേർക്കും ജോലിയെടുത്തു. അപ്പോൾ ഏതാണ്ട് കുടുംബശ്രീ വഴി മാത്രം 1,30,000-ലധികം പേർക്ക് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനായി. വൃത്തി കോൺക്ലേവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ലൈഡ് മാറി വന്നതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നഗരനയം ആവിഷ്കരിച്ച സംസ്ഥാനമാവാനും കേരളത്തിന് കഴിഞ്ഞു. നഗരവൽക്കരണത്തെക്കുറിച്ച് രാജ്യത്തിന് പുറത്തുമുള്ള വിദഗ്ധരടങ്ങിയ ഒരു കമ്മീഷനെ നിയോഗിച്ച് പഠനം നടത്തി
ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്ലോബൽ കോൺക്ലേവ് നടത്തി വലിയ ഒരു മുന്നൊരുക്കത്തിലൂടെയാണ്, ഗൃഹപാഠത്തിലൂടെയാണ് നമ്മൾ അർബൻ പോളിസി ആവിഷ്കരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് ഈ നഗരനയം ആവിഷ്കരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. 2011-12 മുതൽ 15-16 വരെ 29,500 കോടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കായിട്ട് നൽകിയത്. 16 മുതൽ 21 വരെ അത് 52,648 കോടിയായി. 21 മുതൽ 26 വരെ 70,526 കോടി എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുത്തത് 1,23,175 കോടിയാണ്. അദാലത്തുകൾ എല്ലാ ജില്ലകളിലും ജില്ലാതല അദാലത്തും 3 വലിയ കോർപ്പറേഷനുകളിൽ കോർപ്പറേഷൻ തല അദാലത്തും മന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. ഇതിൽ ആ അദാലത്തുകളുടെ അടിസ്ഥാനത്തിൽ 17,000-ലധികം പരാതികൾ വന്നു, 90% തീർപ്പാക്കി. അദാലത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റ് ഗൗരവമായ നടപടികൾ സ്വീകരിച്ചത്. ഈ കാലയളവിലെ തദ്ദേശ വകുപ്പ് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേസ്മാർട്ട് പോലെ മാലിന്യ സംസ്കരണം പോലെ തന്നെ പ്രധാനപ്പെട്ട നടപടി ചട്ടഭേദഗതികളാണ്. ചട്ടങ്ങൾ മാറ്റുന്നതിന് വലിയ ഒരു പരിശ്രമമാണ് നടത്തിയത്. അതിന്റെ ഫലമായി ഇപ്പോ നമുക്ക് ലൈസൻസ് ചട്ടങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റി. പഞ്ചായത്ത് ലൈസൻസ് ചട്ടങ്ങൾ പൂർണ്ണമായും മാറ്റി, അത് നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞു. മുനിസിപ്പൽ ലൈസൻസ് ചട്ടങ്ങളും പൂർണ്ണമായി തന്നെ മാറ്റി. അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല, നിയമവകുപ്പിന്റെ പരിശോധന കഴിഞ്ഞാൽ ഉടൻ അതും നോട്ടിഫൈ ചെയ്യും. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നോട്ടിഫൈ ചെയ്യും. അപ്പം അത് സംരംഭകർക്കിടയിൽ, വ്യവസായ സമൂഹത്തിൽ വലിയ തോതിൽ ആണിത് സ്വീകരിക്കപ്പെട്ടത്, ചട്ടഭേദഗതി. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖന്റെ പ്രസംഗം നിങ്ങൾ കണ്ടു കാണും. അതെ, അദ്ദേഹം കേസ്മാർട്ടിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഒരു ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആളോ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളോ അല്ല. പക്ഷെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കേസ്മാർട്ട് വിപ്ലവകരമായൊരു മാറ്റാണെന്നും മിനിറ്റുകൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും ഇപ്പൊ അപ്രൂവൽ കിട്ടുന്നു എന്നുള്ളതും അദ്ദേഹം തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പൊ ലൈസൻസ് ചട്ടങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും വലിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയുണ്ടായി. അതും നല്ല നിലയിൽ ആ രംഗത്തുള്ളവരെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോ 300 ചതുരശ്ര മീറ്ററിൽ കൂടാത്ത 2 നില വരെയുള്ള വീടുകൾക്ക് അപേക്ഷിച്ചാൽ 1 മിനിറ്റിൽ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് കിട്ടും. ഒറ്റ മിനിറ്റേ ഉണ്ട്. 250 ചതുരശ്ര മീറ്റർ വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങൾക്കും ഇത് കിട്ടും. ഭാവിയിൽ നമ്മൾ എല്ലാ കെട്ടിടങ്ങൾക്കും അത് കിട്ടാനുള്ള മാറ്റം കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ധാരാളം മാറ്റങ്ങൾ, ഇപ്പോൾ പെർമിറ്റിന്റെ കാലാവധി 15 വർഷമാക്കി, പാർക്കിംഗ് വ്യവസ്ഥകൾ മാറ്റി, അങ്ങനെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈസൻസ് പുതുക്കലെല്ലാം ഓട്ടോമേറ്റഡ് ആക്കി മാറ്റിക്കഴിഞ്ഞു. പിന്നെ ഈ സർക്കാരിന്റെ കാലത്തെ മറ്റൊരു ശ്രദ്ധേയമായ ദേശീയ പ്രാധാന്യമുള്ളൊരു ഇടപെടൽ കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ലോക്കൽ ആക്ഷൻ പ്ലാനാണ്. ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് കേരളമാണ്. 268 തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്കൽ ആക്ഷൻ പ്ലാൻ ആയിക്കഴിഞ്ഞു. ബാക്കിയുള്ളവയിൽ അടുത്ത ഒരു 2 വർഷം കൊണ്ട് എല്ലായിടത്തും ഈ ആക്ഷൻ പ്ലാൻ നമ്മൾ ഉണ്ടാക്കും. അത് UNDP-യുടെ സഹായത്തോടെ കിലയാണ് അതിന്റെ മെത്തഡോളജി വികസിപ്പിച്ചത്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ സഹായത്തോടുകൂടി. അതുപോലെ നമ്മൾ DCAT, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ എന്ന സംവിധാനം ഇതിനുവേണ്ടി വികസിപ്പിച്ചെടുത്തു. അതുപോലെ സാധ്യതാ പ്രവചനങ്ങൾ, മുൻകരുതൽ എന്ന നിലയിൽ അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാധ്യതാ മേഖലകളെ കേന്ദ്രീകരിച്ച് ദുരന്ത നിവാരണ പ്ലാനുകൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ ഇപ്പോൾ പമ്പാതറത്തിൽ എല്ലായിടത്തും നടപ്പാക്കി കഴിഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ വലിയൊരു പങ്കാണ് കുടുംബശ്രീ വഹിച്ചത്. 20 കോടിയോളാണ് കുടുംബശ്രീ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് കൊടുത്തത്. കേരളം അതിന് കിട്ടിയ ഏറ്റവും വലിയ സംഭാവന കുടുംബശ്രീയുടേതായിരുന്നു. പിന്നെ അവിടെ പുനരധിവാസത്തിൽ മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് കുടുംബശ്രീയുടെ തദ്ദേശ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു.
435 കുടുംബങ്ങൾക്കായി 5,20,00,000 രൂപ മൈക്രോ പ്ലാനിലൂടെ നമ്മൾ നടപ്പാക്കി. ബാക്കി അതിന്റെ വിശദാംശങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഓരോ കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ച അനുഭവത്തിൽ നിന്നാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചത്. പിന്നെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഒന്നാം ഘട്ടത്തിൽ 4,912 റോഡാണ് നിർമ്മിച്ചത്, 2,480 കിലോമീറ്റർ. രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ 746 റോഡുകൾ പൂർത്തിയാക്കി. ആകെ 3,915 റോഡുകൾക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ആസ്തികളും ഡിജിറ്റലൈസ് ചെയ്തതും ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. ഇപ്പോൾ തദ്ദേശ റോഡുകളുടെ GIS അധിഷ്ഠിത വിവരശേഖരണം ആർട്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൂർത്തിയാക്കി. ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ സ്ഥലത്തും എത്ര റോഡുണ്ട്, എത്ര വീതിയുള്ള എത്ര കിലോമീറ്റർ റോഡുണ്ട് എന്നുള്ള കൃത്യമായ ഡേറ്റയാണ്. അത് ഫണ്ട് വിനിയോഗം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ഫലപ്രദവുമാക്കാൻ സഹായിക്കും. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകെയുള്ളത് 1,55,840 കിലോമീറ്റർ റോഡാണ്. ഈ 5 വർഷം കൊണ്ട് റോഡിന് മാത്രം 8,867 കോടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിച്ചത്. തൊഴിലുറപ്പിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷേമനിധി നടപ്പാക്കിയത് കേരളമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിലുറപ്പിന്റെ ബാക്കി വിശദാംശങ്ങളെല്ലാം അറിയാലോ. ഇന്ത്യയിലെ തൊഴിലുറപ്പ് നടപ്പാക്കുന്ന 9 മാനദണ്ഡങ്ങളിൽ 4-ലും ഒന്നാമതാണ് കേരളം, 5-ൽ രണ്ടാമതുമാണ് കേരളം. പൊതുസ്ഥലം മാറ്റം പൂർണ്ണമായും ഓൺലൈനാക്കി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. സ്ഥലം മാറ്റം സർക്കാരിന്റെ ഇഷ്ടാനുസരണം എന്ന സ്ഥിതി മാറി. ഈ വർഷം ഓൺലൈൻ ചെയ്യുന്നില്ല, കാരണം അതിന് കുറച്ച് സമയമെടുക്കും എന്നതുകൊണ്ട് അതിനുള്ള സാവകാശമില്ല. ഇതുവരെ 2023 മുതൽ 2 വർഷവും ഓൺലൈനാക്കി മാറ്റി. മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പാക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ കാലയളവിൽ കിട്ടുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയ UN ഹാബിറ്റാറ്റിന്റെ അവാർഡ്, അതുപോലെ മറ്റ് നിരവധി അവാർഡുകൾ. കോഴിക്കോട് യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചറായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, സിറ്റി ഓഫ് ലേണിംഗ് ആയിട്ട് തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, ധാരാളം പുരസ്കാരങ്ങൾ. കേന്ദ്ര ഗവൺമെന്റിന്റെയും PM സ്വാനിധി ഉൾപ്പെടെയുള്ള അവാർഡുകൾ. അതുപോലെ ഒരു AI കോൾ സെന്റർ നമുക്ക് തദ്ദേശ വകുപ്പിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളും ചട്ടങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവും ഈ AI കോൾ സെന്ററിലൂടെ സംശയ നിവൃത്തി വരുത്താൻ, വ്യക്തത വരുത്താൻ ആളുകൾക്ക് ഇന്ന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇത്രയാണ് തദ്ദേശ വകുപ്പിന്റെ. ഇനി നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള എക്സൈസിന്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്, ചുരുക്കി പറയുന്നുള്ളൂ. എക്സൈസ് വകുപ്പിന്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എൻഫോഴ്സ്മെന്റിലുണ്ടായിട്ടുള്ള വർധനവാണ്. ഇപ്പോൾ കേസുകളുടെ എണ്ണമൊക്കെ റിലീസായിട്ട് തരുന്നുണ്ട്, ഞാൻ മുഴുവൻ പറയുന്നില്ല. എൻഫോഴ്സ്മെന്റ്, പ്രത്യേകിച്ച് NDPS കേസുകളുടെ എൻഫോഴ്സ്മെന്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NDPS കേസുകൾ എടുക്കുന്നത് കേരളത്തിലാണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ, ഏറ്റവും കൂടുതൽ ശിക്ഷാനിരക്കും കേരളത്തിലാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്കെടുത്താൽ 95%-നും 98%-നും ഇടയിലാണ് ശിക്ഷാനിരക്ക് എന്നത്. 100 പേരെ അറസ്റ്റ് ചെയ്താൽ 98 പേരും ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദേശീയ ശരാശരി 78ആണ്. പല അയൽ സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ വളരെ കുറവ്. തെലങ്കാന 25ആണ്. 75 പേരും വിട്ടുപോകുന്നു എന്നാണ് അർത്ഥം. ഇപ്പം നമുക്ക് ശിക്ഷാനിരക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വലിയ ശിക്ഷ 34 വർഷവും 25 വർഷമൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ക്രൈംബ്രാഞ്ചിന്റെ രൂപീകരണം അതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചു. ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചതോടുകൂടിയാണ് നമുക്ക് വലിയ ഗൗരവ സ്വഭാവമുള്ള കേസുകൾ അവരെ ഏൽപ്പിക്കുകയും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ മദ്യനയം, കേരളത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പരിഷ്കാരങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ നിയന്ത്രണങ്ങളിലൊക്കെ ഇളവ് വരുത്തി. പക്ഷെ ഇപ്പോഴും അത് പോരാ എന്നൊരു വാദം ഒരു ഭാഗത്തുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നിയന്ത്രണവും എടുത്തു കളയുക എന്നുള്ളതും പ്രായോഗികമല്ല. അപ്പൊ ഈ 2 വാദങ്ങളും കണക്കിലെടുത്ത് മാറിവരുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കഴിയാവുന്നത്ര പ്രായോഗികമായൊരു സമീപനം മദ്യനയത്തിൽ നമുക്ക് കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
വിമുക്തി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാതൃകയാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാർ പങ്കെടുക്കുന്ന പരിപാടി, വിമുക്തിയുടെ പരിപാടിയിൽ അവർ പങ്കെടുക്കുകയുണ്ടായി. അവർ പറഞ്ഞത് രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. എക്സൈസിനെ ശക്തിപ്പെടുത്താൻ ഇതുപോലെ നടപടികൾ സ്വീകരിച്ചൊരു 10 വർഷം വേറെ ഉണ്ടായിട്ടില്ല. അത്രയേറെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു, നിയമനങ്ങൾ കാര്യക്ഷമമായിട്ടും കൃത്യമായിട്ടും നടത്തി, വാഹനങ്ങൾ, ആയുധങ്ങളൊക്കെ ലഭ്യമാക്കി, സൈബർ സെല്ലിനെ നവീകരിച്ചുമൊക്കെ എക്സൈസ് സേനയെ ആധുനികവൽക്കരിച്ചു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രൂപീകരണം ഞാനിവിടെ പറഞ്ഞു. ക്രൈംബ്രാഞ്ചിലേക്ക് കൂടുതൽ തസ്തിക ഇപ്പോൾ സൃഷ്ടിക്കുകയുണ്ടായി. 2021 മെയ് മുതൽ 2026 ജനുവരി വരെ 1353 പേർക്ക് നിയമന ശുപാർശ നൽകി വിവിധ തസ്തികകളിൽ. വനിതാ പ്രാതിനിധ്യം ഉയർത്തുന്നതിന് 2022 31 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ തസ്തികകളും 25 65 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ തസ്തികകളും 26 12 വനിതാ സിഇഒമാരുടെ തസ്തികകളും സൃഷ്ടിച്ചു. അപ്പോൾ വനിതകളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച എക്സൈസ് സേനയെ ഒരു ഇൻക്ലൂസീവായ സേനയാക്കി മാറ്റിയ ഒരു കാലം കൂടിയാണിത്. ഈ ജനുവരി മാസത്തിലാണ് 134 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചത്. അത് എക്സൈസിനെ കൂടുതൽ കരുത്ത് പകരുന്ന ഒരു കാര്യമാണ്. 2021-26 വർഷത്തിൽ ആകെ എടുത്താൽ എക്സൈസ് വകുപ്പിൽ 247 പുതിയ തസ്തിക എടുത്തു. ഈ ജനുവരിയിൽ 134, അതിനു മുമ്പ് 143, ആകെ 247 തസ്തിക ഈ ഗവൺമെന്റിന്റെ കാലത്ത് പുതിയ തസ്തിക സൃഷ്ടിച്ചു. അതുപോലെ വിപുലമായ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ, ഒരുപക്ഷെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ളൊരു ജനകീയമായ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. 1 കോടിയിലധികം വിദ്യാർത്ഥികൾ അന്ന് ലഹരി വിരുദ്ധ ശൃംഖലയിൽ പങ്കെടുത്തു. വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ, ഏറ്റവും താഴെ തലം വരെ ലഹരി വിരുദ്ധ സമിതികൾ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി, അതുപോലെ ജില്ലാ തലത്തിൽ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ, വാർഡ് തലത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപന തലത്തിലൊക്കെ സമിതികൾ ഉണ്ടാക്കി. 5862 സ്കൂളുകളിലും 890 കോളേജുകളിലും ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിച്ചു. നേർക്കൂട്ടം, ശ്രദ്ധ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ എക്സൈസ് നടപ്പാക്കി. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം മുൻനിർത്തി ഉണർവ്, ടീം വിമുക്തി സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വിമുക്തി മിഷൻ ആരംഭിച്ചു. 1500 സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ബോധവൽക്കരണ പരിപാടികൾ എക്സൈസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടത്തുന്നു. ഞാൻ കണക്കൊക്കെ ഉണ്ട്, എല്ലാം റിലീസിൽ വരും. ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് വകുപ്പ് നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകളിൽ പങ്കെടുത്ത അനേകം ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി ഉൾപ്പെടെ വിവിധ ജോലികൾ കിട്ടുകയുണ്ടായി. അതും കേരള എക്സൈസിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എൻഫോഴ്സ്മെന്റ് മാത്രമല്ല ചെയ്യുന്നത്, പുനരധിവാസം, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ലഹരിയിലേക്ക് പോകുന്നത് തടയുക, ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഭംഗിയായി എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 14 ജില്ലകളിലും സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. മേഖലാ കൌൺസിലിംഗ് സെന്ററുകൾ വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് കൌൺസിലിംഗ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. കൂടുതൽ നടപടികൾ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് മയക്കുമരുന്ന് എന്ന വിപത്തിനെ ചെറുക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. വളരെ ശ്രദ്ധേയമായ ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടാവും. അതിപ്പോൾ പ്രഖ്യാപിക്കാറായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ തന്നെ പറഞ്ഞതാണ്, ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംസ്ഥാന തലത്തിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മയക്കുമരുന്നിനോടൊരു വിട്ടുവീഴ്ചയുമില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക തന്നെ ചെയ്യും. എക്സൈസ് ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്, പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട്, ഇത് രണ്ടും വളരെ വലിയ റിസൾട്ടാണ് ഉണ്ടാക്കിയത്. അതോടുകൂടി കേരളത്തിലെ മയക്കുമരുന്ന് ശൃംഖലയെ നന്നായിട്ട് അടിച്ചമർത്താൻ നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഉറവിടം കണ്ടെത്തുന്നില്ലല്ലോ. ഉറവിടം കേരളത്തിലല്ല, അതുകൊണ്ടാണ്. ഉറവിടം കേരളത്തിന് പുറത്താണ്.
കേരളത്തിന് പുറത്തെ ചില ഉറവിടങ്ങളിലും നമ്മുടെ എക്സൈസ് സേന എത്തിച്ചേർന്നിട്ടുണ്ട്. അണ്ടമാൻ ഒരു ഉദാഹരണമാണ്. ഹൈദരാബാദിൽ ഒരു ബില്യനേറെ, ഒരു ശതകോടീശ്വരനെ പിടിച്ചത് നമ്മളാണ്. അതുപോലെ നൈജീരിയ എന്നുള്ളൊരു പൗരനെ ഡൽഹിയിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ വയനാട് എക്സൈസാണ്. ഗുർഗാവിൽ പോയത് കേരളത്തിലെ പോലീസാണ്. ഒരു ഫാക്ടറി ഇട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ രാസലഹരി ഉണ്ടാക്കുന്നത് അത് കണ്ടെത്തിയതും അത് തകർത്തതും നമ്മുടെ പോലീസാണ്. ഈ നിലയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നമുക്ക് എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലും ഒപ്പം ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ കാര്യത്തിലും ഈ കാലയളവിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇതൊരു വ്യവസായമാണ് എന്നുകൂടി കണ്ടുകൊണ്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗികമായിട്ടുള്ള സമീപനവും സ്വീകരിച്ചു. ഇപ്പോൾ മലബാർ ഡിസ്റ്റിലറീസ് 2001 പൂട്ടിപ്പോയതാണ്. അത് തുറക്കാനുള്ള ശ്രമങ്ങൾ, കഠിനമായ പരിശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നു വരികയാണ്. ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഫെബ്രുവരി 21 അവിടെ വീണ്ടും ഉൽപ്പാദനം ആരംഭിച്ചു. നേരത്തെ ചോദ്യം വന്നിരുന്നു, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു മലബാർ ഡിസ്റ്റിലറീസ് സർക്കാർ താല്പര്യം കാണിക്കാത്തതെന്നൊക്കെ. അവിടെ പോയി വീണ്ടും ഉൽപ്പാദനം ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പേർക്ക് തൊഴിൽ കിട്ടി. ഇതാണ് ചുരുക്കി പറയാനുള്ളത്. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടെന്നറിയാം, കാരണം ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ്. എക്സൈസിന്റെ റിലീസ് കൂടി കൂട്ടത്തിൽ തരും. സർക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ മദ്യ ഉപഭോഗം കൂടേണ്ടതാണ്, വിൽപ്പനയും കൂടേണ്ടതാണ്. തിരിച്ചാണ് കണക്കുകൾ കാണിക്കുന്നത്. ഉപഭോഗം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മയക്കുമരുന്നിൻ്റെതാണ്. രണ്ടിനെയും ഒരുപോലെ കാണുന്നത് ശരിയാണെന്ന് കരുതുന്നില്ല. സാമാന്യവൽക്കരിച്ചുകൂടാ. പണ്ട് ശരിയാണ്, മദ്യമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ. ഇന്ന് അത് പോയി മയക്കുമരുന്ന് പോലുമല്ല, സിന്തറ്റിക് ഡ്രഗാണ്. അപ്പൊ അതിനെ പ്രത്യേകമായി തന്നെ ഒരു വിപത്തായി, സാമൂഹിക വിപത്തായിട്ട് കണ്ടുകൊണ്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. അത് ഫലപ്രദമായിട്ടുമുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ അതാണ്. ഞാൻ പറഞ്ഞത് കണക്കാണ്. കണക്ക് നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. എത്ര കേസ് മദ്യവിൽപ്പന നടക്കുന്നു. അത് ഇപ്പൊ എന്റെ കൈവശ കണക്കില്ല, വേണമെങ്കിൽ ഞാൻ തരാം, നിങ്ങൾക്ക് നോക്കിയാലും കിട്ടും. ഇതെല്ലാം വളരെ അവൈലബിൾ ആയിട്ടുള്ള കണക്കാണ്. മദ്യവിൽപ്പന ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമല്ലേ. എന്തൊക്കെ പറഞ്ഞാലും പിന്നെ അവസാനം ഈ ഒറ്റ കാര്യത്തിൽ വന്ന് നിൽക്കുക ഇത്രയും കഷ്ടമല്ലേ. നമ്മൾ എത്ര തവണ വിശദീകരിച്ചതും ചർച്ച ചെയ്തതല്ലേ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. നമ്മുടെ നയത്തിൽ അത് അനുവദനീയമാണ്. അപേക്ഷ വന്നാൽ പരിഗണിക്കാം. അപേക്ഷ വന്നാൽ നയത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ച് പരിഗണിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. അതിന് തടസ്സമില്ല. കാരണം നയത്തിൽ തന്നെ അത് അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷ വന്ന് എന്റെ ഓർമ്മയിലിപ്പില്ല. അപേക്ഷകൾ വന്ന് ഏതോ ഒന്ന് വന്നതായിട്ടാണ് ഈ തോന്നുന്നത്. അത് പ്രോസസ് ചെയ്ത് വരുന്നു. ഉടൻ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വിശദമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉടൻ അംഗീകരിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ഒരു തുടർ പ്രക്രിയയായിരിക്കും. അല്ല, 38,355. ഇത് നമ്മൾ കണക്കാക്കിയത് ഒരു വാർഡിൽ 2 പേരുണ്ടാവണമെന്നാണ്. ഒരു വാർഡിൽ 2 പേര് വേണം. ചില സ്ഥലങ്ങളിൽ 2 പേരുടെ ആവശ്യം വരാത്ത ചില സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി അങ്ങനെ കണക്കാക്കുമ്പോൾ 21,000 വാർഡ് അല്ലെ, 21,000 വാർഡ് 42,000 ആള് വേണം. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ 2 പേർക്ക് മാത്രമുള്ള വരുമാനം ഉണ്ടാവില്ല. വേറെ ചില സ്ഥലങ്ങളിൽ ആളെ കിട്ടാത്തത് അപൂർവം ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ചിലയിടത്ത് കുറഞ്ഞിരിക്കുന്നത്.
പക്ഷെ പൊതുവെ നമുക്ക് 2 എന്നത് പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വാർഡാണ്, അവിടെ 2 പേരുടെ ആവശ്യം ഉണ്ടാവില്ല, അത്രയും പേർക്കുള്ള വരുമാനം കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സർക്കാരിലേക്ക് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അല്ല, പൊതുവിൽ പാളിച്ചുണ്ടായിട്ടില്ല. പക്ഷേ ലോകബാങ്കിന്റെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുന്നതിൽ ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ലോകബാങ്ക് സംഘത്തിനും ബോധ്യം വന്നിട്ടുണ്ട്. കാരണങ്ങൾ എന്താണെന്നുള്ളത് അത് ഇവിടുത്തെ മാത്രം കാരണങ്ങളല്ല, അത് അവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മാലിന്യമുക്ത നവകേരളം കൂടി വന്നതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ വലിയ തോതിൽ ഇതിന് ഫണ്ട് വയ്ക്കുകയും പദ്ധതികൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് വരുന്നത് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടേത് കുറച്ചും കൂടിയും അയവേറിയതാണ്. അപ്പോൾ ആളുകൾ മുൻഗണന കൊടുക്കുക, തദ്ദേശ സ്ഥാപനങ്ങൾ എപ്പോഴും മുൻഗണന കൊടുക്കുക ഇത് നടത്തുന്നതിനാണ്. മറ്റതിന് കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട്, കർക്കശമാണ്, നൂലാമാലകൾ കുറച്ച് കൂടുതലുണ്ട്. പിന്നൊരു പ്രധാന പ്രശ്നം വെല്ലുവിളിയോ നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന് നേരിട്ടത്, അതുപോലെ പറയാൻ അംഗീകരിക്കാൻ മടിയൊന്നുമില്ല, അത് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതിലായിരുന്നു. കാരണം ലാൻഡ് ഫില്ല് ഒരു പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ് ഇതിൽ. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇപ്പോൾ ലാൻഡ് ഫില്ലിന് ഈ സയന്റിഫിക് ലാൻഡ് ഫില്ലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സാധാരണ ഇതിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതിന്റെ നടപടിക്രമങ്ങളുണ്ട്, പിന്നെ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെല്ലാം കാരണം അതല്പം നീണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്, ഞങ്ങളും അവരും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇരുകൂട്ടർക്കും ബോധ്യമുണ്ട്. അതിപ്പോ നേരത്തെ ഈ എത്ര മൈക്രോ സെക്കൻഡ് എടുത്തു ഫയൽ ഒപ്പിടാന്ന് ചോദിച്ചില്ലേ, അതിന് മറുപടി പറയാൻ പറ്റൂ. നമ്മുടെ ഒരു ദുര്യോഗം അതാണ്. ഇമാതിരിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം. ഞാൻ നിങ്ങളുടെ ചോദ്യമല്ല പറഞ്ഞ അദ്ദേഹത്തിന്റെ. അതൊക്കെ മനസ്സിലാക്കാൻ വിവേകമുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. 2 മനസ്സിലാവും. ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ സ്ഥിതി മനസ്സിലാവും, വസ്തുത ആൾക്കാർക്ക് മനസ്സിലാവും. അതിപ്പോ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ എല്ലാ നടപടിയും സ്വീകരിക്കുന്നു. തദ്ദേശ വകുപ്പിന്റെ സെക്രട്ടറി നോർക്കയുടെ കൂടി സെക്രട്ടറിയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നോർക്കയുടെ കൺട്രോൾ റൂമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെയും അവലോകന യോഗം, ഉന്നത ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ അർഹരായ ആളുകൾക്ക് അപേക്ഷിക്കാൻ എപ്പോഴും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപേക്ഷിക്കാത്ത അർഹരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും അപേക്ഷിക്കാം. ഇപ്പൊ വർദ്ധിപ്പിച്ചല്ലേ ഉള്ളൂ, 400 രൂപ ഒറ്റയടിക്കല്ലേ 400 രൂപ വർദ്ധിപ്പിച്ചത്. പിന്നെ അതിന് മറുപടി പറയേണ്ട ആള് ഞാനല്ല, ധനകാര്യമന്ത്രിയോട് ചോദിക്കാതിരിക്കുന്നല്ലോ. 5000 ആക്കുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയരുത്. അതെ, 2000 ആയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളം ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള സമീപനം കേന്ദ്രത്തിൽ നേരിട്ടൊരു കാലമാണ്. ഒടുവിൽ അതെല്ലാ മാധ്യമങ്ങളും അംഗീകരിച്ചല്ലോ. ഇപ്പോൾ ബജറ്റ് വന്നപ്പോൾ എല്ലാവരും എഡിറ്റോറിയൽ എഴുതി. അത് ഞാൻ അതിനെ
എന്താ പറയുക വളരെ പ്രധാനമായി കാണുകയും ചെയ്യുന്നു. സന്തോഷമുണ്ട് അതിൽ. കാരണം എന്താ അറിയോ, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വരം ഒരു വനരോധനമായിട്ട് ഇങ്ങനെ അവശേഷിക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ യൂണിയൻ ബജറ്റ് കൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും അംഗീകരിക്കുകയും ശക്തമായി മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തു. എഡിറ്റോറിയൽ എഴുതി പ്രതികരിക്കുകയും ചെയ്തു. ആമമുട്ടയുടെ കഥയൊക്കെ നിങ്ങൾ തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത്തരം ഒരു കാലത്താണ് 400 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് 2000 ആക്കിയത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത്രയും ശ്വാസം മുട്ടിക്കലിന് കേരളം വിധേയമായിട്ടുള്ളൊരു കാലത്താണ്. നമ്മുടെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചു. നമുക്ക് അനുവദിച്ച തുക തന്നെ യഥാസമയം നൽകാതെ, ഇപ്പം നെല്ല് സംഭരണം 2000 കോടിയോളം കിട്ടാനിരിക്കുകയാണ്, നൽകാതെ പിടിച്ചു വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പിടിച്ചുവെച്ചു. അതൊരു ഭാഗത്ത്. നികുതി വിഹിതം വെട്ടിക്കുറച്ചത് വേറൊരു ഭാഗത്ത്. അതിനു പുറമെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയത്. വായ്പാ പരിധി കിഫ്ബി എടുത്ത വായ്പ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ബാധകമാക്കിയിട്ട് FRBM ആക്ട് പ്രകാരം നമുക്ക് ലഭ്യമായ GSDPയുടെ 3% പോലും അനുവദിക്കുന്നില്ല. എന്നാൽ കേന്ദ്രത്തിനോ ഈ 3% എന്നുള്ളത് അവർക്കും ബാധകമായ വ്യവസ്ഥയാണ്. അവർ 5% എടുക്കുകയാണ്. അവർക്കിതൊന്നും ബാധകമല്ല. സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. കേരളത്തിന്റെ കാര്യം വന്നാൽ ഈ 3% തരുന്നില്ല. ഇത്രയും ഞെരുക്കത്തിനിടയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ പെൻഷന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയ ഞെരുക്കലൊന്നും ഇല്ലാതിരുന്നിട്ടും 18 മാസത്തെ കുടിശ്ശിക പണ്ടുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. എന്താകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത വാഗ്ദാനവും പാലിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇല്ലായിരുന്നു ധരിക്കുക. എന്നാൽ കേരളം എത്ര ഉയരത്തിലെത്തുമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. കേട്ടില്ല. അതെന്റെ ശ്രദ്ധ വന്നിട്ടില്ല. എന്തായിരുന്നു കോർപ്പറേഷനാണോ? അത് അന്വേഷിക്കണം. അത് എനിക്ക് എന്റെ ശ്രദ്ധയിലത് വന്നിട്ടില്ല. അത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ പാർക്കിംഗ് ചട്ടങ്ങളിലാണ് ഇളവ് വരുത്തിയത്. അതായത് ഓഫ് സൈറ്റ് പാർക്കിംഗ് അനുവദിച്ചു. 200 മീറ്റർ ചുറ്റളവിനുള്ളിൽ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായാൽ മതി എന്നുള്ളത്. അത് കെട്ടിട നിർമ്മാണ മേഖലയിൽ നിന്ന് ഏറെക്കാലമായിട്ട് ഉയർന്നു വന്ന ആവശ്യങ്ങളൊക്കെ ആയിരുന്നത്. ഇത് ഗൗരവമായിട്ട് പരിശോധിക്കാൻ വന്ന കാര്യം എന്താന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ ആണ്. രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്കിനിയും പറയാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും അതൊക്കെ പറയാം. മറ്റൊരവസരത്ത് ആക്കല്ലേ നല്ലത്. സ്ട്രേ ഡോഗ്സിന്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നമ്മളിപ്പോൾ ഒരു നിയമനിർമ്മാണത്തിന് നോക്കിയതാണ്. പക്ഷേ നമുക്ക് കിട്ടിയ നിയമോപദേശം സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര ചട്ടങ്ങൾ മാറാതെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി കനിയണം. ഞാൻ പലതവണ ആവർത്തിച്ചതാണ്. 19 ABC സെന്ററുകൾ നമ്മൾ സ്ഥാപിച്ചു. സെക്രട്ടറി എന്ന് പറഞ്ഞോളൂ. നമുക്ക് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് 19 ABC സെന്റേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ഏകദേശം 14 എണ്ണം ഉണ്ട്. അപ്പോൾ അത് പടിപടിയായിട്ട് ഈ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ട്രിഞ്ചൻ്റ് ആണ് നോംസ് എന്നുള്ളതുകൊണ്ടും ഒക്കെ അത് പടിപടിയായിട്ട് ഉയർത്താനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണം കൂട്ടുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയാൻ വിരോധം ഉണ്ടായിട്ടല്ല. പിന്നെ ഇതെല്ലാം പോവും. അത് മാത്രമേ ഉണ്ടാവൂ. ബാക്കി അത് വേണ്ടെന്നുള്ളതുകൊണ്ടാണ്. പാർക്കിങ്ങിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ചില സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സ്ഥലത്ത് പാർക്കിംഗ് അനുവദിച്ചതിന് പൈസ വാങ്ങിയതാണെന്ന് തോന്നുന്നു.
ഇത് നമുക്ക് നിയന്ത്രിക്കാൻ മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ സ്കൂളിലാണ് അതെ. പാർക്കിംഗ് മറ്റേ അവരുടെ സ്ഥലം ഉപയോഗിച്ച് കൊടുക്കും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പാർക്ക് ചെയ്തതിന് 1000 രൂപ ഒരു ബസ്സിന്. എന്താന്ന് വിശദാംശങ്ങൾ അന്വേഷിക്കും. അവരൊരു ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമായി കണ്ടിട്ടുണ്ടാവും. അത് നിർബന്ധപൂർവ്വം അങ്ങനെയല്ലല്ലോ. അവര് തുറന്നു കൊടുത്തു, അവിടെ പാർക്ക് ചെയ്തു, അതിന് പൈസ വാങ്ങി സമ്മതിച്ചിട്ടായിരിക്കും. ഇരു കൂട്ടരും തമ്മിലുള്ള സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ആര് പറഞ്ഞു? അപ്പൊ ആരാ ചെയ്തെന്ന് പറഞ്ഞു? ഓ, അത് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. അല്ലാതെ നമ്മൾ അനുവദനീയമായ പാർക്കിങ്ങിന്റെ സ്ഥലത്തല്ലേ, ഇത് സ്വകാര്യ ഇടപാടല്ലേ. അതിപ്പോ കോർപ്പറേഷന്റെ തദ്ദേശ വകുപ്പിന്റെ പരിധി വരുന്ന കാര്യമല്ല അത്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ പൊതുവിൽ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഞാനത് പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ലീക്കാവുക എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിന്റെ ഒരു സന്ദേശം ആർക്കെങ്കിലും അയച്ചാൽ ഡേറ്റ ലീക്കാവുന്നില്ല. അല്ല, വേറെ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് ആ ഡേറ്റ കൊടുത്താൽ ശരി. അതുണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് അത് മുന്നോട്ട് പോകാതിരുന്നത്. നമ്മൾ പണ്ട് വലിയ തലക്കെട്ടുകളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടായതാണ്. ഓർമ്മ ഉണ്ടാവും, സ്പ്രിംഗ്ലർ. അപ്പോ അത് അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിധി വന്നത് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പല്ലേ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില മറ്റേ വാർത്തകൾ തലക്കെട്ടുകളൊക്കെ വരും എന്നതിനപ്പുറം അതിന് ഗൗരവമായ പ്രാധാന്യമില്ല. സർക്കാരിന്റെ സന്ദേശം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ എനിക്ക് കേസ് മാറ്റ് കൊടുത്തിട്ടില്ല, നിയമപരമല്ലാത്തൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സർക്കാരിന്റെ മെസ്സേജ് പോവും. സർക്കാരിന്റെ മെസ്സേജുകൾ പോകുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പതിവായിട്ട് ഇമെയിൽ എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മൻ കി ബാത്തിനെ സംബന്ധിച്ചുമൊക്കെ. അതെങ്ങനെയാ? അത് ഇവരാരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിലൊക്കെ ഒരു ഈ ഇരട്ടത്താപ്പുണ്ട്. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ബാക്കി എല്ലാവർക്കും എല്ലാം ചെയ്യാം. അല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് കൊടുക്കുന്നതിൽ സർക്കാർ ആവശ്യത്തിന് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതൊരു ഗുഡ് ഗവേണൻസിന്റെ ഭാഗമല്ലേ. സർക്കാരിന്റെ പദ്ധതികൾ, സർക്കാർ അറിയിപ്പുകൾ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് ഗവേണൻസിനെ കൂടുതൽ സുതാര്യമാക്കല്ലേ ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചാൽ ശരിയാണ്, ആ പറയുന്നത് മനസ്സിലാക്കാം. സർക്കാർ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി അറിയിക്കുന്നതിലും അത് യഥാസമയം അപേക്ഷിക്കണമെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്നതിലും റിമൈൻഡറായിട്ട് അയക്കുന്നതിലും ഒക്കെ തെറ്റെന്താ? അതൊരു ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റ് ഭരണത്തിന്റെ ട്രാൻസ്പെറൻസി ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല.